തമിഴ്നാട് കമ്പത്ത് മലയാളിയായ തൊഴിലാളിയെ ചുറ്റികയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തി. തൃശൂർ സ്വദേശി മുഹമ്മദ് റാഫിയാണ് കൊല്ലപ്പെട്ടത്. ഗൂഡല്ലൂർ സ്വദേശി ഉദയകുമാറിനെ പോലീസ് പിടികൂടി. ആൽവിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി. ആൽവിൻ, വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. എപ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ സംഭവത്തിൽ ഉദയകുമാർ എന്ന 39-കാരനായ ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുഹമ്മദ് റാഫി എന്ന തൃശൂർ സ്വദേശിയാണ് മരിച്ചത്. ഇവർ ഈ ഗ്രിൽ വർക്കും അതോടൊപ്പം തന്നെ ഈ വെൽഡിംഗ് വർക്കും ഒക്കെയായി തൊഴിലെടുക്കുന്ന ആളുകളാണ്. ഇവർ നേരത്തെ കമ്പം സ്വദേശിയായ ശരവണൻ എന്നയാളിനൊപ്പം തൃശ്ശൂർ ഒരുമിച്ച് ജോലിയിലുണ്ടായിരുന്നു. ഈ ശരവണൻ കമ്പം സ്വദേശിയാണ്. അവിടെ ജോലിക്കായി ഇരുവരെയും പിന്നീട് അവിടെ വിളിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നതാണ് ഈ മുഹമ്മദ് റാഫി അവിടെ വെച്ച് അതോടൊപ്പം തന്നെ ഈ ഒപ്പം ജോലിയെടുക്കുന്ന ഉദയകുമാറുമായി അവിടെ ലോഡ്ജിൽ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. ആ ലോഡ്ജിൽ വെച്ചാണ് ഈ മദ്യപാനത്തിനിടെ സംഘർഷമുണ്ടാകുകയും തുടർന്ന് തർക്കങ്ങൾ ഉണ്ടാകുകയും ഉദയകുമാർ ചുറ്റികയ്ക്ക് തലക്കടിക്കുകയും നെഞ്ചിലടിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇവർ താമസിക്കുന്ന ലോഡ്ജിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവർ മദ്യപാനത്തിനിടെ ഉണ്ടായ സംഭവമാണ് എന്നുള്ളതാണ് തമിഴ്നാട് പോലീസ് നമുക്ക് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ മുഹമ്മദ് റാഫി മരിച്ചു എന്നുള്ളതാണ് തമിഴ്നാട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.